കൊല്ലം പുത്തൂർ ചെറുമങ്ങാട് ചേരിൽ ദേവീക്ഷേത്രത്തിലേക്ക് കൊടിമരത്തിനുള്ള തേക്കുമരം മരങ്ങാട്ടുപള്ളി പൈക്കാട്ട് നിന്നും മുറിച്ചു. ക്ഷേത്രങ്ങളുടെ കൊടിമരത്തിനുള്ള ലക്ഷണമൊത്ത തേക്കുമരങ്ങൾക്ക് വേണ്ടിയുള്ള അന്വേഷണം എത്തിച്ചേരുന്നത് മീനച്ചി താലൂക്കിലാണ്. മരങ്ങാട്ടുപള്ളി പൈക്കാട് പകലോമറ്റം കുമ്പിളുങ്കൽ ഷാജുവിന്റെ പുരയിടത്തിൽ നിന്നുമാണ് കൊല്ലം പുത്തൂർ ചെറുമങ്ങാട് ചെരുവിൽ ദേവീക്ഷേത്രത്തിലേക്ക് തേക്കുമരം മുറിച്ചത്. ഇരുമലി സ്വദേശി ബിൻസ് ഔസേപ്പച്ചനാണ് ലക്ഷണമൊത്ത തേക്കുമരം അന്വേഷിച്ച് കണ്ടെത്തിയത്. കൊടിമരത്തിനുള്ള ക്ഷേത്രാധികാരികളുടെ മാനദണ്ഡങ്ങളെല്ലാം ഒത്തിണങ്ങിയ തേക്കുമരമാണ് ലഭിച്ചത്. കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ 100ഓളം ക്ഷേത്രങ്ങളിലേക്ക് പാലാ മേഖലയിൽ നിന്നും തേക്കുമരം കൊണ്ടുപോയിട്ടുണ്ട്. വൃക്ഷപൂജ നടത്തി വർണ്ണത്തുണികളിൽ പൊതിഞ്ഞാണ് ഘോഷയാത്രയായി തേക്കുമരങ്ങൾ കൊണ്ടുപോകുന്നത്. അധികം ശിഖരങ്ങളില്ലാതെ ഒരേ വണ്ണത്തോടുകൂടി 40 മുതൽ 60 അടി വരെ ഉയരമുള്ള മരങ്ങളാണ് കൊടിമരത്തിനായി ഉപയോഗിക്കുന്നത്. ചുവട്ടിൽ 75 ഇഞ്ചും മുകൾ ഭാഗത്ത് 50 ഇഞ്ച് വണ്ണവും 50 അടി പൊക്കവുമുള്ള തേക്കാണ് പൈക്കാട് പകലോമറ്റം കുമ്പിളുങ്കൽ ഷാജുവിന്റെ പുരയിടത്തിൽ നിന്നും വെട്ടിക്കൊണ്ടുപോയത്. ഇങ്ങനെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാകുമെന്ന് പറഞ്ഞാൽ, കാരണം ഈ 3.5 കോടി ജനങ്ങളുള്ള കേരളത്തിൽ നിന്ന് വളരെ അപൂർവമായിട്ട് വിരളെണ്ണാൻ നടക്കുന്ന ഒരു കേസാണ് ഈ കൊടിമരം അമ്പലത്തിന് കൊടുക്കുക എന്ന് പറയുന്നത്. അതിലൊരു ഭാഗമാകാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇത് വളരെ കാലമായിട്ട് കൊടുക്കണമെന്നൊരാഗ്രഹത്തിൽ ഞാൻ നിൽക്കുകയായിരുന്നു. നല്ല ഒരു അനുഗ്രഹം കിട്ടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തേക്കുമരം ക്ഷേത്രത്തിൽ എത്തിച്ച് ഔഷധ കൂട്ടുചേർത്ത് എണ്ണത്തോണിയിലിട്ട് സംസ്കരിച്ച ശേഷമാണ് കൊടിമര പ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്കങ്ങൾ നടത്തുന്നത്. ക്ഷേത്രം തന്ത്രി വടശ്ശേരി മഠം കേശവര് ഹരികുമാർ, വിനോദ് പോറ്റി, ക്ഷേത്ര മേൽശാന്തി വിനോദ് ഡി നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിൽ വൃക്ഷപൂജാ ചടങ്ങുകൾ നടന്നു. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് വി മുരളീധരൻ പിള്ള, സെക്രട്ടറി ജി ഗോപാലകൃഷ്ണപിള്ള, ധ്വജപ്രതിഷ്ഠാ കമ്മിറ്റി കൺവീനർ രഘു കുന്നുവിള, സെക്രട്ടറി മോഹനൻ പിള്ള, ട്രഷറർ സുരേഷ് എന്നിവരും ഭക്തജനങ്ങളും തേക്കുമരം മുറിക്കൽ ചടങ്ങുകൾക്കായി എത്തിയിരുന്നു. പുത്തൂർ ചേരിൽ ദേവീക്ഷേത്രത്തിലെ ധ്വജപ്രതിഷ്ഠയ്ക്കുള്ള അർണവൃക്ഷത്തിൻ്റെ ഇന്ന് പുലികുത്തലും മരം മുറിക്കുന്ന ചടങ്ങുമാണ് നടക്കുന്നത്. സ്ഥാപതി തന്നിരിക്കുന്ന കണക്ക് പ്രകാരം 18 കോൽ 2 അങ്കുലം പൊക്കമുള്ള തേക്കുമരമാണ്. ഞങ്ങൾ ക്ഷേത്രഭാരവാഹികളും ഞങ്ങളെല്ലാം കൂടി ഒരുപാട് മരങ്ങൾ അന്വേഷിച്ച് ലക്ഷണമൊത്ത മരം നമുക്ക് ഈ സ്ഥലത്തു നിന്നാണ് കിട്ടിയിരിക്കുന്നത്. ഇന്ന് അതിൻ്റെ ദിക്ക് നോക്കി ഇതിപ്പം നമ്മൾ ഇവിടുന്ന് കിഴക്കെന്നുള്ള മാർക്ക് ചെയ്യും. ഈ മരം കിഴക്ക് എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരിക്കും നമ്മൾ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിക്കുന്നത്. ഇത് നിലം തൊടാതെ ഇവിടുന്ന് മുറിച്ച് നമ്മൾ ക്ഷേത്രത്തിൽ കൊണ്ടുവന്നിട്ട് ഇത് പണിയാനുള്ള പണിശാലയെല്ലാം ഒരുക്കി അവിടെ വെച്ചിട്ട് അങ്ങനെ 2-3 മാസം കൊണ്ടാണ് ഈ തടി നമ്മൾ കണക്കം തന്നിരിക്കുന്ന ഷേപ്പ് പ്രകാരം എല്ലാം വൃത്തിയാക്കി എടുക്കുന്നത്, കണക്കം പ്രകാരം ഊർത്തിയെടുക്കുന്നത്. അതിനുശേഷം നമ്മളൊരു 6 മാസത്തോളം ഇതിൻ്റെ എണ്ണത്തോണിയിൽ ഒരു 36 കൂട്ടം, അതിൻ്റെ തടി ചെയ്യുന്ന ആളാണ് വിഷ്ണു, അച്ഛനാണ് ഇദ്ദേഹം. പിന്നെ അത് കഴിഞ്ഞ് നമ്മളൊരു 36 കൂട്ടം പച്ചമരുന്നും എള്ളെണ്ണയിൽ 60 വാട്ട എള്ളെണ്ണയിൽ ശുദ്ധമാക്കി തൈലാദിവാസത്തിൽ ഇടും. അത് നമ്മുടെ ഇദ്ദേഹമാണ് അതിൻ്റെ എണ്ണയെല്ലാം കാച്ചുന്നത്. രാജഗോപാല മേനൻ എന്നാണ് പേര്, എറണാകുളത്തുള്ള ആളാണ്. അങ്ങനെ ഒരു 6 മാസത്തോളം നമ്മൾ ഈ തൈലാദിവാസം ഇട്ടതിന് ശേഷമാണ് തന്ത്രി അദ്ദേഹത്തിൻ്റെ എല്ലാം ഡേറ്റ് തീരുമാനിച്ച് നമ്മൾ ആധാരശൈലിയിൽ തടി നാട്ടിയിട്ട് ഇതിൻ്റെ സ്വർണ്ണ പറകൾ, ചെമ്പിനകത്ത് സ്വർണ്ണം പൊതിഞ്ഞുള്ള പറകളും എല്ലാം ഇറക്കി പ്രതിഷ്ഠയ്ക്ക് സജ്ജമാക്കുന്നു. ക്ഷേത്രാധികാരികളുടെയും ഭക്തജനങ്ങളുടെയും നേതൃത്വത്തിൽ ഘോഷയാത്രയായാണ് തേക്കുമരം ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയത്. കൊണ്ട്